ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റൂം മേക്ക് ഓവറാണ്. ഇവിടെയാണ് ഇപ്പോൾ മേക്ക് ഓവർ ചെയ്യാനുള്ളത്. വലിയ സെറ്റപ്പിലുള്ള മേക്ക് ഓവറിങ് ഒന്നുമല്ല. ഒരു ചെറിയ ടേബിളും എല്ലാം വെച്ച രീതി ഒന്ന് മാറ്റണം. പിന്നെ കുറച്ച് വാളിൽ കുറച്ച് സ്റ്റിക്കർ അങ്ങനത്തെ ഒക്കെ ഒന്ന് ഒട്ടിച്ചിട്ട് അങ്ങനത്തെ ഒരു ഇത് കേട്ടോ. വാളിലൊട്ടിക്കാനുള്ള ഫോട്ടോസ് ഒന്ന് കട്ട് ചെയ്യാണ്. കുറച്ച് പോസിറ്റീവായിട്ടുള്ള തോട്ട്സാട്ടോ. ഇപ്പം ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യണോലാണെങ്കിലും അതേപോലെ പഠിക്കണോലാണെങ്കിലും ഒക്കെ നമ്മൾ വീട്ടിൽ നമുക്കായിട്ടുള്ളൊരു സ്പേസ് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ആ റൂം സ്വന്തമായിട്ട് റൂമുണ്ടെങ്കിൽ അത് ബെറ്ററാണ്. ഇനിയിപ്പോൾ റൂം വേണമെന്നല്ല, നമ്മൾ വീട്ടിൽ ചെറിയ എവിടെയെങ്കിലും ഒരു സൈഡിൽ അങ്ങനെ ഒരു ചെറിയൊരു സ്പേസിൽ നമ്മൾ കണ്ടെത്തിയിട്ട് അവിടെ അങ്ങനെ നമ്മൾ ഒരു ചെറിയൊരു ടേബിളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് പഠിക്കാനാണെങ്കിലും എല്ലാത്തിനും ഒരു എനർജി ആയിക്കാരം. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുള്ളൂ. ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് തീരെ മൈൻഡ് സെറ്റല്ലാത്ത ഒരു രീതി ആയിക്കാരം ഉണ്ടാവുക. ഇപ്പോൾ ഇന്ന് നല്ല ദിവസമാണെങ്കിൽ തന്നെ നാളെ ഒരു ഉഷാറില്ലാത്ത ദിവസമായിക്കാരം. അങ്ങനെ ആയിക്കാരം എന്നും ഒരേ മൈൻഡിൽ തന്നെ വരുമല്ലോ. ആകുമ്പോൾ നമുക്ക് പഠിക്കാനാണെങ്കിലും വേറെ എന്ത് കാര്യത്തിനാണെങ്കിലും ആവട്ടെ തീരെ ഒരു ഉഷാറില്ലാത്ത പോലെ ആയിക്കാരം. അന്നത്തെ ദിവസം തന്നെ പോക്കാന്നേക്കാരം നമ്മൾ കരുതുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ച സ്ഥലത്ത് പോയിട്ടിരുന്നിട്ട് കുറച്ച് നേരം ഇരുന്നാൽ മതി. അങ്ങനെ ഇരുന്നാൽ തന്നെ നമുക്ക് എന്തോ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയോ ഒക്കെ കിട്ടണ പോലെയാണ് നമുക്ക് തോന്നുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാം ചെയ്യാനായിട്ടും പഠിക്കാനായിട്ടും ഒക്കെ കഴിയും. ഇത് എനിക്ക് അനുഭവമല്ല കാര്യമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇനി ഇത് കേട്ടിട്ട് ടേബിൾ ഇല്ലാത്ത പോലെ ആണെങ്കിൽ ഉപ്പാനോടൊക്കെ വാശി പിടിച്ച് വേണമെന്ന് പറയാനൊന്നും നിൽക്കരുത്. ഞാൻ ഉണ്ടായിട്ടും യൂസ് ചെയ്യാത്തവരുണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതൊക്കെ പോട്ടെ. ഞാനിപ്പോൾ ഇളക്കി പറിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റേ പെന്നിൻ്റെ ഇത് വെച്ചിട്ടുള്ള സ്റ്റിക്കറിൻ്റെ ഡബിൾ ടാപ്പ് ഉണ്ടാവുമല്ലോ, അതാണ്. തീരെ കിട്ടണില്ല. അതൊക്കെ പറിച്ചിട്ട് അതിൻ്റെ അടയാളങ്ങളൊക്കെ ഉണ്ട്. ഫുള്ളായിട്ട് ഞാൻ എല്ലാം എടുത്ത് കളയാണ് കേട്ടോ. കളയണില്ല, അങ്ങോട്ട് തന്നെ വെക്കും. എന്നെക്കൊണ്ട് കഴിയണ രീതിക്കൊക്കെ ഞാനത് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വാളിലൊട്ടിക്കാനുള്ള ഫോട്ടോസ് ഉണ്ടല്ലോ, അതിന് ഡബിൾ ടേപ്പ് ഒട്ടിച്ചിട്ടാണ് ഞാൻ ഒട്ടിക്കാന്ന് കരുതിയിട്ടുള്ളത്. ഒരു ഐഡിയ ഇല്ല അവിടെ നിൽക്കുമോ എന്നുള്ളത്. ഏതായാലും നമുക്ക് ഒട്ടിച്ച് നോക്കാം. ഞാൻ മോർണിംഗ് ആണ് കേട്ടോ അതിന് വോയിസ് കൊടുക്കണത്. അതുകൊണ്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയ്സ് ഉണ്ടാവും. അത് നിങ്ങൾ അത്രയ്ക്ക് മൈൻഡാക്കരുത്. അങ്ങനെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് വാളിൽ ഒട്ടിക്കാണ്. ഞാൻ കരുതി അത് ഇളകി പോരുന്ന് കരുതിയിട്ടുണ്ട് ഇനി. പക്ഷേ ഒരു കുഴപ്പമൊന്നുമില്ല, കുറച്ച് നല്ല സെറ്റായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ ബോഡി ഞാൻ വെറുതെ ആ അടയാളത്തിന് വേണ്ടിയിട്ട് വെച്ചതാട്ടോ. അതിൻ്റെ മുകളിൽ നിന്നാണ് നമുക്ക് ഒട്ടിച്ച് തുടങ്ങേണ്ടത്. ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ആ ഗ്രില്ലുണ്ടല്ലോ മുകളിൽ കണ്ടേ, അത് ഞാൻ അങ്ങോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് തന്നെ എടുത്തിനിയത് അതൊന്ന് ക്ലീനാക്കിയിട്ട് അങ്ങോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഈ ഡബിൾ ടാപ്പിൻ്റെ സ്റ്റിക്കർ ഉണ്ടല്ലോ നമ്മൾ പറിച്ചെടുക്കണേ, അതൊക്കെ ആകെ ആകെ മിസ്സായിട്ട് കിടക്കുന്നുണ്ട്. അത് ഞാനൊന്ന് തുടച്ച് കളയാണ്. അടുത്തത് ഞാൻ കബോർഡ് ഉണ്ടല്ലോ, കബോർഡിൽ വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങോട്ട് എടുത്ത് മാറ്റാം കേട്ടോ. എന്നിട്ട് അവിടെ തുടച്ച് വൃത്തിയാക്കിയിട്ട്
ഒക്കെ ഒന്ന് ശരിയാക്കിയിട്ട് വേണം അങ്ങോട്ട് വെക്കാൻ. കുറച്ച് ദിവസമായി ഞാൻ ഇതൊക്കെ ഒന്ന് ശരിയാക്കി എല്ലാം എന്നും ശരിയാക്കും, പക്ഷെ ശരിക്കൊന്നും വൃത്തിയാക്കലൊന്നുമില്ല, അതായത് തുടക്കലൊന്നുമില്ല, ആകെ പൊടി പിടിച്ചിട്ടുണ്ട്. ഞാനതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അങ്ങോട്ട് വെക്കാം കേട്ടോ. വെച്ചെടുത്ത് തന്നെ വെക്കണേ. ഒന്നാമത് എനിക്ക് നമ്മൾ ചില ടൈമിലൊക്കെ തീരെ ചെയ്യാനൊന്നും സമയം കിട്ടില്ല. വേറെ എന്തെങ്കിലുമൊക്കെ പണിയായിട്ട് ഇങ്ങനെ പോകും, പിന്നെ ഇതിങ്ങനെ കിടക്കും ചെയ്യും. എന്നും വിചാരിക്കും എല്ലാം ഒരു വീഡിയോ എടുക്കണം, ഇങ്ങനെ മേക്ക് ഓവർ ചെയ്യണ വീഡിയോ എടുക്കണം എന്നൊക്കെ, പക്ഷെ ഒന്നിനും നേരം കിട്ടില്ല. ഇപ്പോഴാണൊന്ന് സെറ്റായി കിട്ടിയത്. ഇപ്പം ഞാൻ കാണിക്കണ സാധനം ഉണ്ടല്ലോ, അത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അത് ഞാൻ ഈ യൂട്യൂബിൻ്റെ ലോഗോ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഞാൻ ആ ചെറിയൊരു കലണ്ടർ അതും വെച്ചിട്ടുണ്ട് കേട്ടോ. പുസ്തകമൊക്കെ ഉണ്ടല്ലോ, അത് സെയിം ആദ്യം വെച്ച പോലെ തന്നെ ആ സൈഡിൽ ഇങ്ങനെ വെക്കാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ഫസ്റ്റിൽ തന്നെ പറയണമെന്ന് കരുതിയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ പേജിൽ ഈ ഓണത്തിനായിട്ടുള്ളൊരു ചെറിയൊരു ഓഫർ ഇട്ടിട്ടുണ്ട്. അതായത് റിംഗ് ആൽബമൊക്കെ വരുന്നത് 40 രൂപയുള്ളൂ കേട്ടോ. 10 ഫോട്ടോസിന് 40 രൂപ വെച്ചിട്ടാണ് റിംഗ് ആൽബം വരുന്നത്. പിന്നെ പോളറോയിഡ് ഫോട്ടോ ഉണ്ടല്ലോ, അത് 10 പീസിന് അതായത് 10 ഫോട്ടോ 30 രൂപ 20 രൂപയൊക്കെ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേജൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. പിന്നെ എൻ്റെ ടേബിളിലൊരു പുതിയ സാധനം വന്നിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്, നീല കളറിൽ കാണുന്നുണ്ടല്ലോ, അത് പെൻ ഹോൾഡർ കേട്ടോ. അത് ഞാൻ കുറച്ച് ദിവസമായിട്ട് വാങ്ങിയിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ കാണിച്ചിട്ടില്ല. ഇനി മേക്ക് ഓവർ ചെയ്യുമ്പോൾ ഏതായാലും ടേബിളിൽ വെക്കാമല്ലോ, അപ്പോൾ കാണിക്കാമെന്ന് കരുതി. എൻ്റെ കയ്യിൽ കുറച്ച് ബ്രഷ് പെൻസ് ഉണ്ടായിനി, അത് ഞാൻ ആ ലാസ്റ്റിലതിൽ കിടന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ കാലിഗ്രഫി എഴുതുന്ന പെന്നുണ്ടല്ലോ, അത്, മാർക്കർ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്. പിന്നെ കത്രിക, റിംഗ് ആൽബത്തിന് ഹോളിടുന്ന ആ പഞ്ചുണ്ടല്ലോ, അതൊക്കെ ഞാൻ പിന്നത്തേക്ക് ഇടാമെന്നും കരുതിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബോട്ടിലുണ്ടല്ലോ, ഈ പെൻസിൽ കളറൊക്കെ ഇട്ടത്, അത് ഞാൻ ആ ഉള്ളിലേക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ സാധാരണ ഒന്നിനും ഉപയോഗിക്കില്ല, എന്തെങ്കിലുമൊക്കെ ചിത്രം വരയ്ക്കാനോ അങ്ങനെ എന്തിനെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. പിന്നെ അവിടെ വെച്ച ആ ബോട്ടിലില്ലേ, ഞാനിപ്പോൾ ഒന്ന് ഉള്ളിലേക്ക് നീക്കി വെച്ചല്ലോ, അതിലേക്ക് ഞാൻ കുറച്ച് കച്ചറകളാട്ടിടല്ലോ, അതായത് നമുക്ക് വേണ്ടിയതെന്നാൽ വേണ്ടാത്തതായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ടാവുമല്ലോ, അതൊക്കെ ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബോക്സൊക്കെ ഞാൻ ഫെവിക്കോള് അങ്ങനത്തെ ഐറ്റംസ്, അതായത് ഗമ്മായിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലൂ ഉണ്ടല്ലോ, അത് അങ്ങനെയൊക്കെ ഉള്ളത്, എങ്ങനെയൊക്കെ പറയേണ്ടത് എനിക്കറിയില്ല. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് ഞാൻ ഈ സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഈ മഷി പോലെ തന്നെ ഇങ്കായതുകൊണ്ട് തന്നെ നമ്മൾ നേരെ വെക്കുമ്പോൾ, അതായത് ഇങ്ങനെ ചാരി വെക്കുമ്പോൾ അതിന് ലീക്ക് ഉണ്ട് എന്ന് എനിക്കൊരു ഡൗട്ട്. അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ആ ബോട്ടിലിട്ട സാധനം ഉണ്ടല്ലോ, അത് ഞാൻ ഊട്ടി പോയപ്പോൾ ഇവിടെ ഒന്നുമില്ല, കുറേ മുന്നേ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണേ. അപ്പം നല്ല ചൊറുക്കായപ്പോൾ റോട്ടിൽ നിന്നൊക്കെ പൊറുക്കെടുത്ത് പോകുന്നതാട്ടോ. ബോട്ടിൽ ഞാൻ ആദ്യം അൽമാരയിൽ വെക്കാനാണ് കരുതിയിട്ടുണ്ടായിന്. പിന്നെ അത് കുറച്ച് 2 ഒരേ കളറായതുകൊണ്ട് എന്നിട്ട് ഒരു ക്യൂട്ട് കാണാനേ, അപ്പോൾ ഞാൻ ആ കബോർഡിൽ തന്നെ വെച്ച്. പിന്നെ ഈ 2 ബോക്സ് ഞാൻ അൽമാരയിൽ കൊണ്ടുപോയി വെക്കാം കേട്ടോ. ഈ ഒരു ബൗളൊക്കെയാണ് ഞാൻ
എൻ്റെ കയ്യിലുള്ള എല്ലാ ടാപ്പുകളും ഇടാൽ. ഇൻസുലേഷൻ ടാപ്പായാലും അങ്ങനത്തെ പാക്ക് ചെയ്യുന്ന ടാപ്പും അങ്ങനത്തെ ഉള്ളത് ഞാൻ ഈ ഒരു ഇതിക്കാട്ടോ ഇടൽ. അത് ഞാൻ ആ കബോർഡിൻ്റെ അങ്ങേ സൈഡിലാണ് വെക്കണത്. പിന്നെ ആ ഒരു ബൗൾ ഞാൻ ഇങ്ങോട്ട് തന്നെ എടുക്കാം കേട്ടോ. അവിടെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ കുത്തി കൂടി നിന്നിട്ട് എന്തോ പോലെ തോന്നാം. അപ്പോൾ ഞാൻ എടുത്തിട്ട് ഏതായാലും നമ്മൾ യൂസ് ആക്കണില്ലല്ലോ, അപ്പോൾ യൂസ് ആക്കാത്തൊക്കെ ഉണ്ടെങ്കിൽ അൽമാരിയിൽ കൊണ്ടുപോയി കരുതി. പിന്നെ ഇവിടുന്ന് ഈ സാധനം എടുത്തിട്ടുണ്ട്. എനിക്കെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോൾ എവിടേക്ക് എന്തൊക്കെയോ ഒരു തകരാറ്. അപ്പോൾ ഞാനൊക്കെ മാറ്റാമെന്ന് കരുതി. ആ ബുക്ക് വെച്ച സ്ഥലം ഉണ്ടല്ലോ, അത് വേണ്ട. ബുക്ക് നമുക്ക് അടിയിൽ ഷെൽഫിൽ അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കാം. അവിടെ ഞാൻ അവിടെ വെച്ച ആ ബോർഡ് പറിച്ചെടുക്കാട്ടോ ചെയ്യണത്. എന്നിട്ട് അങ്ങോട്ട് ഈ ഒരു ഫോട്ടോ വെച്ചിട്ടില്ല ഈ ഒരു ഷെൽഫ് പോലത്തെ ഒരു സാധനം അത് ഞാൻ അങ്ങോട്ട് വെക്കണേ. പെന്ന് വെച്ചിട്ടുള്ള ഹോൾഡർ ഉണ്ടല്ലോ, അത് ഞാൻ ആ ഗ്രില്ല് വെച്ച് അവിടെ തൂക്കാട്ടോ ചെയ്യണത്. പിന്നെ ഈ ഒരു ബൗളിൽ ഞാൻ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ത്രെഡിൻ്റെ പോലത്തെ സാധനം ഉണ്ടല്ലോ, ഇങ്ങനത്തെ കുറച്ച് എൻ്റെ കയ്യിൽ 2 ഉള്ളൂ, അത് ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇങ്ങനത്തെ ഫോട്ടോസ്, പിന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഇത് ചെയ്യാനുള്ള ഫ്രെയിമുകൾ, അങ്ങനത്തെയൊക്കെ ചെറിയ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഞാൻ അയക്കാട്ട് വെക്കൽ. പെട്ടെന്ന് നമുക്കറിയാനും ഏത് കൊടുക്കാമല്ലേ എന്ന് അറിയാനും പറ്റും. അതുകൊണ്ട് വേഗം കാണുന്ന രീതിക്ക് അവിടെ അങ്ങനെ വെക്കലാണ്. കബോർഡിലുള്ളതൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലാം അവിടെ നിന്ന് ടേബിളിൽ വെച്ചിട്ട് തന്നെ എല്ലാം ശരിയാക്കിയോണ്ട് ആകെ പൊടി അടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുടച്ച് കളയുന്നുണ്ട്. അത് കളഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഒരു കറ പിടിച്ച പോലെ അങ്ങനെ നിൽക്കും. പിന്നെ എത്ര തുടച്ചിട്ടും കാര്യം ഉണ്ടാവില്ല, പോകില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ തുടച്ച് കളയലായിട്ട് ചെയ്യൽ. പിന്നെ ഈ അൽമാരൻ്റെ ഈ ഒരു അറയിലാണ് ഞാൻ ബോക്സിൽ വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇതിലാണ് വെക്കലുള്ളത്. ഈ ഒരു ജനലിൻ്റെ ഭാഗത്ത് ഞാൻ ഈ ഡ്രൈ ആയിട്ടുള്ള ഫ്ലവർ ഉണ്ടാവുമല്ലോ, അതായത് എൻ്റെ കയ്യിൽ നിന്ന് ഡ്രൈ ആവണതാണ്. ഞാൻ എവിടേക്കെങ്കിലും പോകുമ്പോഴൊക്കെ അങ്ങനെ വാങ്ങിച്ചു കൂട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിയിട്ട് കളയൂല, അത് അവിടെ തന്നെ വെക്കും. അപ്പോൾ അങ്ങനെ ഡ്രൈ ആവണത് അങ്ങനെ ആവട്ടെ എന്ന് കരുതിയിട്ട്
അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. മാറാലയൊക്കെ കുടിച്ചിട്ടുണ്ട്, അതിനൊക്കെ തട്ടി വൃത്തിയാക്കണേ. പിന്നെ ഈ ഒരു ജനൽപ്പൊളി ഞാൻ ഒന്നും അയക്കണില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി കളിക്കണേ. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. അതൊക്കെ വൃത്തിയാക്കിയിട്ട് അതൊരു സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നുള്ളത് ഈ ഒരു ബോട്ടിലാണ്. ഈ ബോട്ടിൽ നമുക്ക് എൻ്റെ കയ്യിലുണ്ടായിനി ഈ പ്ലാന്റ്, അത് ഞാൻ കിച്ചണിൽ ഒരു സൈഡിൽ വെച്ചിട്ടോ. അതിന് എടുത്തിട്ട് പിന്നെ പുറത്തുനിന്ന് പോയിട്ട് പറിച്ചിട്ട് ആ ബോട്ടിലാക്കാമെന്നാണ് കരുതിയത്. അങ്ങനെ പറിച്ചിട്ടൊന്നും കിട്ടണില്ല, നല്ല വേരൊക്കെ നല്ല ഇതായിട്ടുണ്ടോന്നാണ്. ഏതായാലും ഞാനത് ഇളക്കി പറിച്ചെടുത്തിട്ടുണ്ട്. വെക്കാണ്. ഞാൻ വെള്ളമൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഉള്ളൊക്കെ വൃത്തിയാക്കിയിട്ട് വെള്ളം ഒന്ന് ശരിയാക്കിയിട്ട് ഞാൻ അതിലേക്ക് വെള്ളമൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് പല രീതിക്കും ഞാൻ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ, ഏതാ സ്യൂട്ടായിട്ട് നിൽക്കണേ അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ ആ ബോട്ടിൽ വെച്ച ഭാഗമുണ്ടല്ലോ, അതിൻ്റെ അവിടെയൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഈ ബോട്ടിൽ അവിടെ തന്നെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഒരു 2 ലീഫ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ, കുറച്ച് തിക്കായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ അവിടെ ടേബിളിൽ വെച്ചാക്കിയതുകൊണ്ട് തന്നെ മണ്ണും ചളിയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ 3ാമത്തെ തട്ടേക്കാണ് ഞാൻ ടേബിൾ വീണ്ടും ഇങ്ങനെ വൃത്തിയാക്കണത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ ഒരു മിറർ ഉണ്ടല്ലോ, അത് ഞാൻ വേറെ സൈഡിലായിട്ട് വെച്ചത്. ഞാൻ അതെടുത്തിട്ട് ഈ പ്ലാന്റിൻ്റെ അവിടെ വെക്കാമെന്ന് കരുതി. അങ്ങനെ അവിടെ ആ ഒരു ഭാഗം ഫുള്ള് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ, എനിക്ക് നല്ല ഇഷ്ടമായി. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അങ്ങനെ അത് കഴിഞ്ഞ് ഇനിയുള്ളത് അടുത്ത ഭാഗം. ഇവിടെ നോക്കിയിട്ടാണ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല, എവിടുന്നാണ് തുടങ്ങുമെന്നൊരു ഐഡിയ ഇല്ല. എല്ലാം വലിച്ചു വാരിയിട്ടൊക്കെ കേട്ടോ. ഞാൻ അതിന് ഓരോന്നെടുത്തിട്ട് ഇങ്ങനെ എല്ലാം മാറ്റി മാറ്റി വെക്കുകയാണ് ചെയ്യണത്. സ്റ്റിക്കറുകളായാലും ഫോട്ടോസും പ്രിൻ്റ് എടുത്ത ഷീറ്റും ഒക്കെ വേർതിരിച്ച് വെക്കുക കേട്ടോ. എൻ്റെ കയ്യിലുള്ള റാപ്പിംഗ് ഷീറ്റ് ഉണ്ടാവുമല്ലോ, അതായത് ബോക്സ് ഉണ്ടാക്കണ ചാർട്ട് അങ്ങനത്തെ ഒക്കെ ഞാൻ അൽമാറിൻ്റെ മുകളിലാട്ടോ വെക്കൽ. പിന്നെ ഈ ഒരു ബോക്സ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അതായത് നമ്മൾ കാർഡ്ബോർഡ് ബോക്സ് ഉണ്ടല്ലോ, അതാണ്. കുറച്ച് കട്ടിയുള്ള നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ബോക്സാണ് കേട്ടോ. ഈ ഒരു സൈഡ് ഞാൻ വൃത്തിയാക്കുകയാണ് കേട്ടോ. ഞാൻ ആ ജനൽമ വെച്ചിട്ടുള്ള ആ ഡ്രൈ ഫ്ലവറൊക്കെ കൊടുത്തിട്ട് ഇവിടുത്തെ ഈ ഒരു തട്ടിൽ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഓൾറെഡി ഈ ജനൽമ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ, അപ്പോൾ കാണുമ്പോൾ ഒരു വൃത്തികേട് കണ്ടിട്ട് അപ്പോൾ ഞാൻ അതെടുത്തിട്ട് ഒരു ആൽമാറിൻ്റെ സൈഡിൽ ബാക്ക് സൈഡിൽ കൊണ്ടുപോയിട്ടാണ് വെക്കണത്. അങ്ങനെ അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ഒന്ന് അടിച്ചു വരണം കേട്ടോ. ആ ഭാഗം ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ്.
സ്റ്റിക്കറുകളൊക്കെ ഞാൻ വേർതിരിച്ച് വെക്കണം. എനിക്ക് ഈ പേപ്പറിനെ കൊണ്ടുള്ള ഈ ഒരു പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ സ്റ്റിക്കറുകളൊക്കെ അങ്ങനെ പ്രിൻ്റ് എടുക്കുന്നതായാലും അത് കട്ട് ചെയ്യണതായാലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വേർതിരിച്ച് വെക്കുകയാണ്. പിന്നെ ഞാൻ കട്ടിൽമേലെ എല്ലാ സാധനങ്ങളും ഒഴിവാക്കി വൃത്തിയാക്കിയിട്ട് അവിടെ എൻ്റെ കയ്യിലുണ്ടായി ഒരു ചെറിയൊരു കോസടി എന്നൊക്കെ പറയുമല്ലോ, നിങ്ങളവിടെ എന്താ പറയുക എനിക്കറിയില്ല, ഇവിടെ എങ്ങനെയാണ് പറയുക, ചെറിയൊരു ബെഡ് പോലത്തെ അത് ഞാൻ അവിടെ വിരിച്ചിട്ട് ഒരു കടക്ക പോലെ അങ്ങനെ ആക്കാമെന്നാണ് കരുതിയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടുന്ന് പ്രിൻ്റർ ഒഴിവാക്കിയിട്ടുണ്ട്. പ്രിൻ്റർ ഒഴിവാക്കിയിട്ട് അത് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ പ്രിൻ്റർ വെക്കാമെന്നാണ് കരുതിയിട്ടുള്ളത്. അതൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ പ്രിൻ്ററിൻ്റെ മുകളിൽ കൂടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഫർ ക്ലോത്ത് അത് അതിൻ്റെ മുകളിൽ കൂടെ വിരിച്ചാണ്. നമുക്ക് ചെയ്യാനാകുമ്പോൾ മാത്രം അങ്ങനെ എടുത്താൽ മതിയല്ലോ, മറ്റേതാകുമ്പോൾ പൊടിയൊക്കെ തുറന്ന് നിൽക്കുമ്പോൾ ആകെ പൊടിയും ഇതൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കും. എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ബെഡ്ഷീറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബെഡ്ഷീറ്റാണ് കേട്ടത്. ഈ വൈറ്റിൽ ഏത് തീം വരുന്നതായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ഇവിടെ വിരിക്കാമെന്നാണ് കരുതിയിട്ടുള്ളത്. അത് വിരിക്കണമെങ്കിലും വേണം പ്രിൻ്റർ മാറ്റുക. ഫസ്റ്റ് എനിക്ക് ഓടിയില്ല, പിന്നെ രണ്ടാമത് ഞാൻ ആ പ്രിൻ്റർ മാറ്റി വെച്ചിട്ട് അത് ശരിക്കും വിരിച്ച് നല്ല ഫുൾ ഭാഗം നല്ല സെറ്റാക്കിയിട്ട് ഞാൻ അവിടെ പ്രിൻ്റർ കൊടുന്ന് വെച്ചിട്ടോ. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അടിയിലുള്ളതൊക്കെ അടിച്ചു വരാണ്. എല്ലാ സാധനങ്ങളും നമ്മൾ അടിയിൽ കാണാമല്ലോ എല്ലാ കച്ചറകളൊക്കെ ഇട്ടത്. അപ്പോൾ ഞാൻ എല്ലാം അടിച്ചു വാരി കൂട്ടാണ് ചെയ്യണത്. അടിച്ചു വാരിയതൊക്കെ ഞാൻ ഈ ഒരു കവർക്കാക്കിയിട്ട് പുറത്ത് കൊണ്ടുപോയേക്കാട്ടെ ചെയ്യണത്. എന്നിട്ട് പിന്നെ വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ ഈ ടേബിളിൻ്റെ ഒരു ഉള്ളിലും വെക്കുന്നുണ്ട്. അങ്ങനെ ഇതോടുകൂടി നമ്മൾ മേക്ക് ഓവർ കഴിഞ്ഞ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.